ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഅത്തുൽ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി. അർശിന്റെ മുകളിൽ വെച്ച് ശാപ പ്രാർത്ഥന അല്ലാഹു നടത്തിയപ്പോ അമ്മനത അലൈഹിമുൽ മലായിക, മാലാകമാർ ആമീൻ എന്ന് പറഞ്ഞ 4 വിഭാഗം ആളുകളുണ്ട്. മലക്കൾ ആമീൻ പറഞ്ഞു. മലക്കൾ പറഞ്ഞു ആമീൻ. മലക്കൾ പറഞ്ഞു, മലക്കൾ ആമീൻ എന്ന് പറഞ്ഞു. അല്ലാഹ് ശപിച്ചപ്പോ അർശിന്റെ മുകളിൽ വെച്ച് 4 വിഭാഗത്തെ അവരുടെ മേൽ ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ. മലക്കൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരാണവർ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ്, യുവാക്കളാണ്. ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ. സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സഹാബത്തേ. പെണ്ണുങ്ങൾ മൂക്ക് കുത്തുന്നത് പോലെ യുവാക്കൾ മൂക്ക് കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല. പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ തന്റെ കാതുകുത്തുന്നത് പോലെ യുവാക്കളും കാതുകുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ, അതേ ഭാവത്തോടെ, അതേ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗം യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം വശദ്ദ മിനു, അതുക്കും മേലെ അതുക്കും അപ്പുറത്ത് സംഭവിക്കും സഹാബ. അതുക്കും മേലെ സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായും പുരുഷന്മാര് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ. ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തുത ഏതാണ്? ശരിയല്ലേ? മുടി കെട്ടുന്നത് പെണ്ണുങ്ങളെ പോലെ, വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ, ബോ വെക്കുന്നു, മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു, ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തലയിൽ വെക്കുന്നു, കാത് കുത്തുന്നു, മൂക്ക് കുത്തുന്നു. പോട്ടെ, എല്ലാം പോട്ടെ. ലിംഗം മാറ്റി വെക്കുന്നു. തീർന്നില്ലേ? പ്രസിഡന്റ് സമ്മതിച്ചു അതേന്ന് ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്തത് ഉസ്താദ് പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല. ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ. ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് 2 ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ, 2 ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി. 2 ചെറുപ്പക്കാർ, ഫോട്ടോ ഒക്കെ ഉണ്ട്. അത്രയ്ക്ക് ഇരിക്കാൻ കണ്ടാല് ആണാണ് സംഭവം, പക്ഷെ പെണ്ണായിട്ട് മാറി. എന്നാലോചിച്ച് നോക്കി, ആണ് പെണ്ണാവുന്ന ഒരു കാലം വരുന്ന വിശ്വാസങ്ങൾ പറഞ്ഞല്ലേ, അതങ്ങനെ ആയില്ലേ? ഇതാകണല്ലോ. ഈ ദുനിയാവ് അസ്തമിച്ചു ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ. ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വന്നതാണിത്. ആണ് പെണ്ണിന്റെ കോലം കിട്ടും. കറക്റ്റ് അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ 90,000 റുപ്യാണ് അതിന് ചെലവ്. ഈ 90,000 റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ അവന്റെ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട്. കാലം പോയി പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ പെണ്ണ് ആണായി. ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാമല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യമാണ്. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച.
നമ്മുടെ ചർച്ച അതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇതുണ്ട്, സംഭവിക്കണം. പെണ്ണ് ആണാവും, ആണ് പെണ്ണാവും. പെണ്ണ് ആണിന്റെ കോലം കെട്ടും, ആണ് പെണ്ണിന്റെ കോലം കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിക്കപ്പെട്ടവരുടെ രണ്ടാമത്തെ കൂട്ടത്തിൽ ആരാ? അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്, ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ്. ടീഷർട്ട് ഇടുകയാണ്, ഇറുകിയ ജീൻസ് ധരിക്കുകയാ, തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ്, തന്റെ ലിംഗം മാറ്റിവെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കില്ല സ്വഹാബത്തേ. അവർ ശപിക്കപ്പെട്ടവരാണ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും സ്വാലിഹീങ്ങൾ അടക്കമുള്ളവർ അവരെ ശപിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലഅനല്ലാഹു റജുലാ യൽബസു ലിബ്സതൽ മർഅതി. ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്, ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ, അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ്. നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം, ആ ഖബർ നിന്നെ വെറുതെ വിടില്ല കേട്ടോ. അല്ലാഹുവേ, ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന്, അധാർമികത്വത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. നബി തങ്ങൾ പറയുകയാ, അവരുടെ മേൽ ശാപമാ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണെ, ലഅനല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സതർ റജുലി, ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണെ, അല്ലാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല, പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല. പെണ്ണ് പെണ്ണ് തന്നെയാണ്, ആണ് ആണ് തന്നെയാണ്. ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആണും പെണ്ണിനെ ഒന്നാക്കുക, അതിനാണ് ഇപ്പൊ എന്താ ലിംഗസമത്വമെന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട്. ആണും പെണ്ണും എന്നാൽ ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരയുടെ ആവശ്യമില്ല, ഈ മരയുടെ ആവശ്യമില്ല. ആണും പെണ്ണും ഒരേപോലെ ഇരുന്ന് വാത് കേൾക്കണം. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം പി കൊച്ചിക്കോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും. ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ആണുങ്ങളായിരിക്കും, മുക്രിച്ച പെണ്ണായിരിക്കും ചിലപ്പോ. അങ്ങനത്തെ ഒരു കാലം വരും. നിങ്ങൾ ചിരിക്കേണ്ട സംഭവം അല്ല, അതല്ലേ ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആണ് പെണ്ണാവുക പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിംഗ്, ആണുങ്ങൾക്ക് പ്രത്യേക, അങ്ങനെയൊന്നുമില്ല. ചില സ്ഥലത്ത് പോകുമ്പോഴേ ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, ആണിനും പെണ്ണിനും ഒറ്റ ക്യൂ, പെണ്ണിന്റെ ബാക്കിൽ പോയിട്ട് ആണ് ഇങ്ങനെ നിന്നോണം, അതാണ് ക്യൂ. പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ, ആണുങ്ങൾക്ക് വേറെ ക്യൂ. അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ്. പക്ഷെ സാധിക്കില്ല. ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത്, ഇസ്ലാമിനെതിരാണല്ലോ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം, പെണ്ണിന് വേറെ നിയമം, അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല, അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത്. പൊതുവായ നിയമമുണ്ട്, അതല്ല ആണിന് ആണിൻ്റെതായ നിയമമുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ നിയമമുണ്ട്. അങ്ങനല്ലേ? പെണ്ണിന് നമുക്ക് സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, പെണ്ണ് വീട്ടിലിരുന്നാ മതി, പെണ്ണ് വീട്ടിൽ ഇബാദത്ത് ചെയ്താൽ മതി, ആണ് പള്ളിക്ക് വരട്ടെ, അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടോ? അത് വലിയൊരു സംശയം തന്നെയാണ്. പരിശുദ്ധമായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയങ്കരിയാണ്, പ്രിയതമയാണ്, സഹധർമ്മിണിയാണ്, ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങൾ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ, നബിയേ, അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ, അങ്ങയുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. അങ്ങ് പള്ളിയിൽ നമസ്കരിക്കുമ്പോ തറാവീഹ് പങ്കെടുക്കും
പങ്കെടുക്കുമ്പോ അവിടെ ഒരുപാട് ഇഫ്താറിലും ഇബാദത്തുകളും ഖിയാമിലും ഒക്കെയായി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ റമളാനാണ്, പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു, ഇബാദത്ത് എടുക്കുന്നു. സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്. ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ? അതിന്റെ പ്രയോജനം ഉണ്ടാകുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ഉമ്മു സലമ എന്ന അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ്. സ്ത്രീകൾക്ക് ശരിയല്ലേ, നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു, തറാവിഹിൽ എല്ലാവരോട്ട് കൂടുന്നു, അവിടെ നോമ്പ് തുറക്കുന്നു, എന്താണ് റാഹത്തില്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി തരിക, കോഴിക്കറി ഉണ്ടാക്കി തരിക, ഇറച്ചി ഉണ്ടാക്കി തരിക, പത്തലുണ്ടാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് ഈ കൂലി കിട്ടുമോ? അതാണ് ചോദിച്ചതിന്റെ സാരാംശം. നിങ്ങൾ ആണുങ്ങൾക്ക് അല്ല എന്തെല്ലാം ചെയ്യുന്നു, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം, നിങ്ങൾക്ക് എത്ര കൂലിയാ അല്ലാഹ് തരുന്നത്? ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബിക്ക് മറുപടി പറയാൻ പറ്റൂല, മോളിൽ നിന്ന് ഉത്തരവ് കിട്ടണ്ടേ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ നബി തങ്ങൾ എങ്ങനെ മറുപടി പറയും? ഇതിനെക്കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനിയായിരുന്നു. ഇതാ വരുന്നു നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതി കൊടുക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത്, വലിയ ഒരായത്ത്. واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نخيرا. പരിശുദ്ധമായ ആയത്തിറങ്ങുകയാ അള്ളാന്റെ റസൂലിന്റെ ഹലറത്തിലേക്ക്. സഹോദരിമാരെ, നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അള്ളാന്റെ റസൂലിന്റെ ഹലറത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് പറയുകയാണ്, നബിയേ, ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ. സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താൽ കൂലിയുണ്ടോ? സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ, ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിറക്കി അല്ലാഹു അതിന് മറുപടി പറയുകയാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ
പൊന്നു പെങ്ങളെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ. ഒന്ന്, വീട്ടിലിരുന്ന് ഓതിക്കോ. വീട്ടിലിരുന്ന് ഖുർആൻ ഓതിയാല് എല്ലാ ഇടങ്ങേറും പോവും, എല്ലാ പിശാചും പോവും, എല്ലാ ശൈത്താനും പോവും. സൂറത്തുൽ ബഖറ ഓതിക്കോ. സൂറത്തുൽ ബഖറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ. അത് നിങ്ങൾ കുളിക്കണേ. അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ, ചിതരണേ. എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങിപ്പോകാൻ അതൊരു കാരണമാണ് കേട്ടോ. സൂറത്തുൽ ബഖറ ഉറക്ക ഓതണം. പരിശുദ്ധമായ ഖുർആനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട്, ഏത് പിശാചിനെ ഹാളിറാക്കാനുള്ള ആയത്തുണ്ട്. ആ പിശാച് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കതവ് തട്ടുന്നു, ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു, ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു, ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കിടക്കും. പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല. ഖുർആന്റെ ആയത്താണിത്, വീട്ടിൽ ഓതിക്കോളാൻ. നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും. പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാലത്ത്, സംരക്ഷണം, പരിശുദ്ധമായ ആയത്തുകള്, സൂറത്തുകള്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇസ്തിആദ, ഇതിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു. ഇതാണ് ഓതി കൊടുക്കുന്നത്. വീട്ടിൽ നിങ്ങൾ ഓതിക്കോളി. ഖുർആനാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. കണ്ടോ, അല്ലാഹ് വേർതിരിച്ചു പറഞ്ഞു. മുസ്ലിമായ പുരുഷൻ, മുസ്ലിമത്തായ സ്ത്രീ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിയായ പുരുഷൻ, സത്യവിശ്വാസിനിയായ സ്ത്രീ. പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ലാഹ് ഇറക്കി കൊടുത്താണ്. സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി. ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാർക്ക് മാത്രം അല്ലാഹ് വാരിക്കോരി കൊടുക്കുന്നു, ഞങ്ങൾക്കില്ലേ? ഞങ്ങൾക്ക് കുറവാണോ? ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ്. ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാർ തന്നെ. ഇപ്പൊ വസ്തുവിന്റെ, സ്വത്തിന്റെ, പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർഗോഡുള്ള ഒരു വക്കീലിന്റെ ഭാഷണമൊക്കെ വന്നല്ലോ. അതിനൊക്കെ മറുപടി ഖുർആനിലുണ്ട്. ഞാൻ അതിലേക്ക്, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ്, പുരുഷൻ സ്ത്രീ വേർതിരിച്ച് പറയാണ്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം. ഖാനിതീൻ പുരുഷന്മാർ, ഖാനിതാത്ത് സ്ത്രീകൾ. അനുസരണയുള്ള പുരുഷന്മാർ, അനുസരണയുള്ള സ്ത്രീകൾ. വസ്സാദിഖീന വസ്സാദിഖാത്ത്. ഉണ്ടോ? സാദിഖീങ്ങളായവർ, സാദിഖാത്തുകളായവർ. ഇവിടെ പ്രത്യേകിച്ച് അല്ലാഹ് പറഞ്ഞ വാക്കല്ല. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമയുള്ള പുരുഷന്മാർ, ക്ഷമയുള്ള സ്ത്രീകൾ. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ, വിധേയത്വമുള്ള സ്ത്രീകൾ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന പുരുഷന്മാർ, സദഖ ചെയ്യുന്ന സ്ത്രീകൾ. കണ്ടോ? അപ്പൊ സദഖയിലും രണ്ടുപേരുണ്ട്. ഇവര് ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ. മൊത്തത്തിൽ നോമ്പെന്നങ്ങ് പറഞ്ഞ പോരെ. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹ് ഈ ആയത്തിറക്കിയത്. സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അല്ലാഹ് ഈ ആയത്തിറക്കിയത്. എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കേ ഉള്ളൂ, പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നും വേണ്ടേ? ഇതിന് പരിഹാരമാണ് അല്ലാഹ് ഈ ആയത്തിറക്കുന്നത്. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും. വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്, ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും. വൽദാകിരീന അല്ലാഹ കസീറാ വൽദാകിറാത്ത്, അധികമായി ദിക്ർ ചൊല്ലുന്നത് പുരുഷനാണോ? അധികമായി ദിക്ർ ചൊല്ലുന്നത് സ്ത്രീകളാണോ?
കാര്യമാണോ? ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ്. പുരുഷന്മാരെ, യുവാക്കളെ, നിങ്ങൾ അധികമായി ദിക്ർ ചൊല്ലിയാലും, സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലിയാലും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. വലാ യുളമൂന നഖീറാ. ഒരൽപ്പം പോലും അല്ലാഹു കുറയ്ക്കുകയില്ല കേട്ടോ. ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും. ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ, നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ചാൽ നിങ്ങൾക്കും കിട്ടും. ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും. അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനെ എങ്ങനെ അള്ളാഹ് പറഞ്ഞിരുന്നത് നമ്മൾ പുറയെ തന്നെ നിസ്കരിച്ചാൽ നമ്മൾ പള്ളിയിൽ പോവില്ല. എങ്ങനെയെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ്. പുറയ്ക്ക് നിസ്കരിക്കാൻ, വീട്ടിൽ നിസ്കരിക്കാൻ. പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം അള്ളാഹ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അവിടെ നിസ്കരിച്ചോളി. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ചെയ്യുന്നത് ആരാണോ അവർ സത്യവിശ്വാസിയാണ്. ആണിന് കൊടുക്കുന്നത് പോലെ പ്രതിഫലം അല്ലാഹു ആ പെണ്ണിനും നൽകുമത്രേ. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ഭൗതികമായ ലോകത്ത് അല്ലാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്, പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്. ഫൗലൈക യദ്ഖുലൂനൽ ജന്ന. അമലുകളുടെ പേരിൽ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വലാ യുളമൂന നഖീറാ. അല്ലാഹു ഒരൽപ്പം പോലും അവരോട് അക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. പിന്നെന്താ വിഷമം? പിന്നെന്താ വശം? ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. പ്രത്യേകം അല്ലാഹ് എടുത്ത് പറഞ്ഞു, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഒരാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് 50, ആണിന് 100 അല്ല. ആണിന് 100 ആണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് 100 അല്ലാഹ് കൊടുക്കും. പിന്നെന്ത് വേണം? വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആണിനും അല്ലാഹു കൊടുക്കുന്നു, പെണ്ണിനും അല്ലാഹു കൊടുക്കുന്നു. അപ്പൊ ആണ് വേറെ, പെണ്ണ് വേറെ. അവരുടെ ജിൻസ് ശാരീരികമായി ഇബാദത്തിൽ ഒരേ കൂലിയാണ്, ഒരു കുറവും അല്ലാഹു നൽകുകയില്ല. അത് ആദ്യം ശ്രദ്ധിച്ചോളി. ഭർത്താവിനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ്, കൂടുതൽ കൂലി കിട്ടും. ഒരു പെണ്ണിന് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത് ആണുങ്ങളെക്കാൾ എന്നാ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുണ്ട്. അത് ഗർഭിണിയാവുമ്പോ, അതൊക്കെ എന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും. ഒരു ഭയങ്കര കൂലിയാണത്. ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ? എന്താണ് അവർക്ക് കൂലി? അത് ആണിന് കിട്ടോ? ഇല്ല, ആ കൂലി ആണിന് കിട്ടൂല. മുല കൊടുത്താൽ ആണിന് കൂലി കിട്ടൂല, ഉപ്പാക്ക് കിട്ടൂല, ഉമ്മാക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, ഭാര്യയ്ക്ക് കിട്ടുക. പ്രസവിക്കുന്നു, ഭാര്യയ്ക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, നമുക്ക് കിട്ടൂല, നമുക്കിതൊന്നും കിട്ടൂല. അല്ലേ? അതാണ് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത്. നിങ്ങൾക്ക് വലിയ നിഅമത്ത് കൂടുതലാണ്. പിന്നെ നിങ്ങൾ വിഷമം, നിങ്ങൾക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആണിന് വേറെ, പെണ്ണിന് വേറെ. പിന്നെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ്, പെണ്ണിന്റെ സ്ഥാനത്ത് ആണ്, അത് പാടില്ല, അത് പാടില്ല. അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പെണ്ണിന് പെണ്ണിന്റേതായ സ്ഥലം, ആണ് ആണിന്റേതായ സ്ഥലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും, പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും. അത് ഖിയാമത്ത് നാൾ. അത് പ്രതീക്ഷിച്ചോളി. ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ, ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ അതാഅ റജുലു ഇംറാതഹു
ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ഒരു പെണ്ണ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാബത്തെ. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്, ആണുങ്ങളും പെണ്ണുങ്ങളുടെയും വിഷയത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക്. എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ എന്ത് ചെയ്യും? അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്.